ഹായ് ഡിയാസ്, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോയും ഓൺ വോയിസൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ലുലുവിലാണ്. ആലുവ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷേക്ക് കുടിച്ചു കേട്ടോ. പിന്നെ ഇതേ മെട്രോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റ് എടുത്തു. പിന്നെ ഒരുപാട് നാളായി വീഡിയോയൊക്കെ ചെയ്ത് കാരണം കുറച്ച് മടിയുണ്ട്. പിന്നെ റെക്കോർഡ് കൊടുക്കുമ്പോഴായാലും എനിക്ക് കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്, സംസാരിക്കണ കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി. മോനായിട്ട് ആദ്യമായിട്ടാണ് മെട്രോയിൽ പോകുന്നത് കേട്ടോ. പിന്നെ മൂത്ത കുട്ടികളായിട്ടാണ് പോവാറുണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ മൂന്നുപേര് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ മോനെല്ലാവരോടും ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു അവൻ. അപ്പോൾ ഞങ്ങളതേ ലുലുവിലെത്തി. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഷോപ്പുകളൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഇട ദിവസം ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 2-3 വട്ടം ഞങ്ങൾ സൺഡേ ആണ് പോയത്. അപ്പോൾ ഒത്തിരി അധികം ആളുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറി. ഒരുപാടധികം കളക്ഷൻസ് ഉണ്ട്. വെസ്റ്റേൺ മോഡലും പാർട്ടി വെയറും എല്ലാം ഉണ്ട്. പിന്നെ സാൻഡൽസും ഹീൽസും ഷൂസൊക്കെ ഒരുപാടധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീഷർട്ടൊക്കെ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഒരുപാടധികം സാൻഡൽസും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷൂസ്, അങ്ങനെ ഒത്തിരി അധികം ലേഡീസിൻ്റെ കിഡ്സിൻ്റെ ഒക്കെ ഒരുപാടധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ഹീൽസൊക്കെ ചെറിയൊരു ഹീലുള്ളൂ, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതേപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരുപാടധികം ചപ്പൽസും ഉണ്ടായിരുന്നു, സാൻഡൽസ്, ഹീൽസ്, ഒത്തിരി അധികം കളക്ഷൻസ് ആയിരുന്നു. പല വെറൈറ്റി മോഡലുകളായിരുന്നു കേട്ടോ. പിന്നെന്താ പറയുക, ഒത്തിരി അധികം നാളുകളായി വീഡിയോയിൽ ഇങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഒത്തിരി റെക്കോർഡ് എടുക്കുന്ന സമയത്ത് പറ്റിയിരുന്നു. അപ്പോൾ ഒത്തിരി നാളായതുകൊണ്ട് വന്നതുകൊണ്ട് എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു വീഡിയോസൊക്കെ ചെയ്യേ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടോ. ഈ ഇരിക്കുന്ന ഹീൽസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പക്ഷേ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഹീൽസൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. ഫ്ലാറ്റാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. പിന്നെ എനിക്കിതൊക്കെ ഇട്ട് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഹീൽസിനൊക്കെ. നല്ല ഒരുപാടധികം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പല കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ മോന് ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ അങ്ങനെ ഒന്നും പർച്ചേസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പറ്റിയ ഫ്ലാറ്റ് മോഡലൊക്കെ ഞാൻ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല. അങ്ങനെ എസ്കലേറ്റർ പോകുന്ന നേരം അവിടെ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ ജസ്റ്റ് മോനായിട്ടൊന്ന് എടുത്തുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. പിന്നെ എന്നിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ട്രോബെറി ജാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തതാണ്. പിന്നെ ഫ്രൂട്ട് സലാഡ് എടുത്തിരുന്നു. പിന്നെ കുറച്ച് മിക്സഡ് ഫ്രൂട്ട്സൊക്കെ വേറെ ഒരു ഐറ്റം ഉണ്ട്, പേര് എനിക്ക് ശരിക്കും കറക്റ്റായിട്ട് അറിയില്ല. മയണൈസൊക്കെ ഉള്ളത് തന്തൂരി മയണൈസ് എടുത്തിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രോബെറി ജാം ഈ ഇരിക്കുന്നതാണ് കേട്ടോ. എല്ലാം ഗ്രാമിന് നിസ്സാര റേറ്റ് മാത്രമായിട്ട് ഉണ്ടായിരുന്നതുള്ളൂ. 100 ഗ്രാമിന് തന്തൂരി മയണൈസിന് 27 രൂപ മാത്രമായിട്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതും അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഡ്രീം കേക്ക് എടുത്തിരുന്നു. അത് 1/2 ടിന്നിൻ്റെയാണ് കേട്ടോ എടുത്തത്, 500 ഗ്രാമിൻ്റെ. എനിക്കതിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട അങ്ങനെ ഇത്തവണ വരുമ്പോൾ അത് എടുക്കാമെന്ന് വാങ്ങാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ചെറുതുണ്ടായില്ല. 500 ഗ്രാമിൻ്റെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് എടുത്തില്ല. പിന്നെ ഈ ഒരു ബ്രെഡ് പോലത്തെ ആ ഒരു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന ഡ്രീം കേക്ക് ഇത്തിരി വലുതാണ്, 1 കിലോ ആണെന്ന് തോന്നുന്നു. പിന്നെ കഴിക്കാനായിട്ട് എടുത്തത് ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ കൊച്ചു കരയണത് കൊണ്ട് വേഗം പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല. ഞാൻ ഈ 500 ഗ്രാം ഈ ഒരു ഹൈദരാബാദി ബിരിയാണി വാങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ വാങ്ങിയതിൽ കഴിച്ചതിൽ ഏറ്റവും മോശപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത്, പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടില്ല.
മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാവുമായിരിക്കും, പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ചിക്കൻ്റെ ഒരു റോസ്റ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു, അതും എടുത്തിരുന്നു. പിന്നെ ഇത് ഇത്ര ഐറ്റംസാണ് നമ്മൾ കഴിക്കാനായിട്ടുള്ളത് വാങ്ങിയിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫീഡിങ് റൂമിൽ പോയപ്പോൾ, കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ പോയപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മുകളിലെ വശത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം മോനിക്കിത് ഇഷ്ടപ്പെട്ടു, അവൻ കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്, കൊച്ചിനെ കയറ്റാൻ പറ്റില്ലാത്തതുകൊണ്ട് അവനതിൽ കയറ്റിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ കുട്ടി വ്ളോഗായിട്ട് വന്നത്. തിരിച്ച് ഞങ്ങൾ മെട്രോയിലാണ് പോയത്. ആലുവ വരെ മെട്രോയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത് പെരുമ്പാവൂരിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം ഓൺ വോയിസിൽ വന്നതാണ്, എനിക്ക് കുറച്ച് തെറ്റുകളൊക്കെ സംഭവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. ഒരുപാടധികം വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊക്കെ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ അവൾക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാട്ടോ എൻ്റെ കസിന്. അപ്പോൾ അവൾ അപ്പുറത്തെ വശത്തുള്ള സ്റ്റെപ്പിൽ കൂടെ, സ്റ്റെയർ കേഴ്സിൽ കൂടെയാണ് അവൾ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ അവളോട് ഒരുപാട് പറഞ്ഞു, വാടി ഇതിൽ വാന്ന് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. പിന്നെ ഞങ്ങൾ മെട്രോൻ്റെ ആ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിരുന്നു കേട്ടോ. ഇവൾക്ക് ഭയങ്കര പേടിയാണ് എസ്കലേറ്ററിൽ കയറാനായിട്ട്. ഞാൻ കളിയാക്കായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണാം.